പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ഈ സമയം വരെ നിങ്ങൾ എത്ര ആളുകളുമായിട്ട് സംസാരിച്ച് കാണും? ഒന്ന് കൗണ്ട് ചെയ്ത് പറയാമോ? ഒന്ന് ആലോചിച്ചാൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, അല്ലേ? പക്ഷേ ഇന്ന് ഈ സമയം വരെ എത്ര വാക്കുകൾ നിങ്ങൾ സംസാരിച്ച് കാണും? അറിയാതെയോ എത്രയോ വാക്കുകൾ, അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കുറച്ചുകൂടെ എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഈ മനോഹരമായ വാക്കുകൾ ആണല്ലോ നിങ്ങളുടെ മനസ്സിനെ, അല്ലെ നിങ്ങളുടെ തലച്ചോറിനെ, അല്ലെ നിങ്ങളുടെ ഹൃദയത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഈ അതിമനോഹരമായ ശബ്ദത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഇന്നത്തെ ദിവസം എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്? അതായത് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഒറ്റയ്ക്കിരുന്ന് എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട്. കേൾക്കുന്നവർ വിചാരിക്കും ഇയാൾക്ക് എന്തോ തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, നേരെ പിടിച്ചങ്ങ് ആശുപത്രിയിലാക്കും. ആ രീതിയിലുള്ള സംസാരമല്ല ഇത്. നമ്മളുടെ മനസ്സിനോട് നമ്മൾ തന്നെത്താൻ ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വല്പം ശബ്ദത്തിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണാടിയുടെ സഹായവും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ സംശയം, ഇതൊരു ആത്മഗതമല്ലേ? ആത്മഗതവും സെൽഫ് ടോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളുടെ, ആലോചനകളുടെ ഒരു അവലോകനമാണ് നടക്കുന്നത്. അത് ശരിയായില്ല, അതങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ? ആ ഒരു ചിന്തയാണ്. അത് ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് സഹായകരമാണ് ആത്മഗതം, തീർച്ചയായിട്ടും. പക്ഷേ ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് നമ്മളുടെ മനസ്സിനോട് നമ്മൾ തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. അതായത് നിങ്ങളോട് എന്ത് പറയുന്നോ അതാണ് നിങ്ങൾ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ. അത് തന്നെ, ഇത് തന്നെയാണ് സെൽഫ് ടോക്കിന്റെ ഒരു സൈക്കോളജിക്കൽ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സെൽഫ് ടോക്കിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. പോസിറ്റീവ് സെൽഫ് ടോക്കും ഉണ്ട്, നെഗറ്റീവ് സെൽഫ് ടോക്കും ഉണ്ട്. ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോഴേ നമ്മുടെ ബ്രെയിനിൽ രണ്ട് തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാകും. ഒന്ന് നമ്മുടെ ഹാപ്പി ഹോർമോണായിട്ടുള്ള ഡോപ്പമിൻ, രണ്ട് നമ്മുടെ ലവ് ഹോർമോണായിട്ടുള്ള ഒരു ഓക്സിറ്റോക്സിൻ ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് ഹോർമോണിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ആകമാനം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സന്തോഷം വർദ്ധിക്കുന്നു, മാത്രമല്ല നമ്മളുടെ ബന്ധങ്ങൾ ദൃഢമാകുകയും ചെയ്യുന്നു. പിന്നെ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് വേറെയും ഉണ്ട് കാര്യങ്ങൾ. അതായത് നമുക്കൊരു സ്വഭാവമുണ്ടല്ലോ, പ്രൊക്രാസ്റ്റിനേഷൻ. അതായത് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ വേണ്ട, ഇച്ചിരി കഴിയട്ടെ, വരട്ടെ, അല്ല നാളെ ആട്ടെ എന്ന് പറയും, മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം. അതെ, എല്ലാം മാറ്റി കൊണ്ടുപോകണം. അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് സോഷ്യൽ വിഡ്രോവൽ എന്ന ഒരു സ്വഭാവം. ഇപ്പൊ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അങ്ങോട്ട് എഴുന്നേറ്റ് കാണാനൊരു മടി, അല്ലെങ്കിൽ ഒരു പൊതു കാര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ ഒരു മടി, ഒരു സങ്കോചം, ഒരു ഫംഗ്ഷന് പിന്തിരിയൽ, പിൻവാങ്ങൽ, ആ ഒരു സ്വഭാവവും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ സെൽഫ് ടോക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിനോട് പറയാം. ഞാൻ വിജയിക്കും, ഞാൻ നേടും, ഞാനേ വിജയിക്കൂ, എനിക്ക് വിജയിക്കാൻ കഴിയും, ഞാനൊരു കൊച്ചു മിടുക്കനാ കേട്ടോ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, അത് വരുന്നവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ വേറൊരു ഹോർമോണാണ് വരുന്നത്. അതിന്റെ പേര് കോർട്ടിസോൾ എന്നാണ്. അത് ഒരു സ്ട്രെസ് ഹോർമോണാണ്. ഈ സ്ട്രെസ് ഹോർമോൺ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആങ്സൈറ്റി വരും. എന്നിട്ടോ നമ്മൾ ആകെപ്പാടെ നിരാശരാകും, ഡിപ്രഷനാകും, നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തോ വരും, എനിക്ക് വയ്യ, ഞാനൊരു കഴിവില്ലാത്തവന്, ഞാനൊരു മണ്ടന എന്നൊക്കെ പറയേണ്ടി വരും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാം. എന്നിട്ട് നമുക്കൊരു പോസിറ്റീവ് സെൽഫ് ടോക്കിനെ നമ്മളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയും നമ്മുടെ ദിനചര്യയാക്കാം. നമുക്കതൊരു ദിനചര്യയാക്കി മാറ്റാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.